ഹായ് ആൾ അസ്സലാമു അലൈക്കും വെൽക്കം ടു ജയം ട്രിപ്പ്ലെറ്റ്സ്. ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ ഇതുപോലെ പൊന്തി വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ, ഞങ്ങളത് എന്ത് ചെയ്താലും പൊന്തി വരുന്നില്ല, മാവ് അതേപോലെ നിൽക്കുകയാണ്, സോഫ്റ്റ് ഇല്ല, നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒരു സോഫ്റ്റ് ഒന്നും ഇല്ലാന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വേറെ പച്ചരി വാങ്ങാവുന്നതാണ്. ഇനി ഈ 2 കപ്പ് അരിയിലേക്ക് 3/4 കപ്പ് ഉഴുന്നാട്ട ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിയിലേക്ക് ഒരു 3/4 കപ്പ് ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ 2.5 കപ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 കപ്പ് ഉഴുന്നാണ് ചേർക്കേണ്ടത് കേട്ടോ. ആ ഒരു തരത്തിലാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് നിൽക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലോണം കഴുകി വരണം. 3-4 പ്രാവശ്യമെങ്കിലും കൈ വെച്ചിക്കാണ്ട് നല്ലോണം തിരുമ്പിക്കാണ്ട് കഴുകിയെടുക്കണം. എന്നാൽ മാത്രമേ അതിൽ നിന്നുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോവുള്ളൂ കേട്ടോ. ഞാനിവിടെ 1 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി 1 പ്രാവശ്യം കൂടി കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ടോട്ടൽ 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ല വെള്ളമൊക്കെ ഇതുപോലെ ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു 8 മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മിനിമം ഒരു 4 മണിക്കൂർ നേരമെങ്കിലും കുതിർക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു വലിയൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ കുതിർത്ത് വെച്ച അരിയും ഉഴുന്നും ഉലുവയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ ജാറായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബാച്ചായിക്കാണ്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ 2 ബാച്ചായിക്കാണ്ട് അരച്ചെടുക്കാം കേട്ടോ. ഒരു ജാറിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് ക്ലിയർ ആയിരിക്കും. കുതിർക്കാൻ വെച്ച വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം കേട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ള അരിൻ്റെ ചോറാണ് ചേർക്കുന്നത്. നിങ്ങളെ കയ്യിൽ അവിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അരി കുതിർക്കാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അവിൽ ചേർത്ത് കൊടുക്കാട്ടോ. 1/2 കപ്പ് അവിൽ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ മുകൾ ഭാഗത്തുനിന്ന് ഫില്ലാകുന്ന വിധത്തിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനാവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണോ ഞാനിവിടെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഒഴിച്ചതിന് ശേഷം ആ ഒരു മിക്സിൻ്റെ ജാറിലും കൂടി ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമുക്കത് കിട്ടാൻ. ഒരുപാട് തിക്കായിക്കാണ്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊന്തി വരില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് വേണം എടുക്കാൻ. എന്നാൽ ഒരുപാട് ലൂസാവും വേണ്ട. കണ്ടില്ലേ, ഈ രീതിയിൽ വേണം കേട്ടോ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉപ്പാട്ട ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം പുളിക്കണം എന്നുണ്ടെങ്കിൽ കൈ നല്ലോണം വൃത്തിയായി കഴുകിയതിന് ശേഷം കൈ വെച്ചുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് പൊന്തി വരും. അതുപോലെ തന്നെ കുറച്ച് പുളി കൂടുതലായിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവി വെച്ചുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതൊരു 9 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. രാത്രി അരച്ചിട്ട് രാവിലെ വേണ്ടത് യൂസ് ആക്കുന്നത്. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടച്ചിട്ട് കാണ്ട് ഒരു 9 മണിക്കൂർ നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേട്ടോ നമ്മൾ ബാറ്റർ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ താഴെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എടുക്കുമ്പോൾ കുറച്ചും കൂടി വലിയ പാത്രം എടുക്കാൻ നോക്കുക. മാവ് കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തവി വെച്ച് കാണ്ട് നോക്കുമ്പോൾ തന്നെ കണ്ടില്ല ഇതുപോലെ നായി വന്നിട്ടുണ്ട്. നമ്മൾ മാവ് പറയുന്നത് നല്ല പ്ലഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. ഒരുപാട് അങ്ങോട്ട് ഇളക്കാൻ നിൽക്കണ്ട. ഇളക്കിയാൽ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമുക്കിത് ചുട്ടെടുക്കാൻ. നമ്മളിതിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം ഇത് ഓരോ തവീച്ച് ഒഴിച്ച് കൊടുക്കാൻ. ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 3/4 ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ. ഞാൻ ഒഴിച്ച് കൊടുത്തപ്പോൾ ഇതുപോലെ നായി വന്നതാണ് കേട്ടോ. ഇനി ഇഡ്ഡലി തട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം കേട്ടോ. അതൊന്നും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഇഡ്ഡലി ചുടാൻ അറിയാമല്ലോ. അപ്പോൾ കേട്ടോ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒഴിച്ച് വെച്ച തട്ടിൽ വീഡിയോ എടുത്തപ്പോൾ ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് രണ്ടാമത്തെ തട്ട് കാണിച്ചു തരുന്നത്. ഇതിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വളരെ പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്.
കണ്ടില്ലേ എത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇഡ്ഡലി വന്നിട്ടുള്ളതെന്ന്. നല്ല പ്ലഫി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചെടുക്കാൻ പറ്റും. പെട്ടെന്നൊന്നും വയറ് നിറയൂല കേട്ടോ. ഒരു 5 ഇഡ്ഡലിയൊക്കെയാണ് നമ്മൾ രാവിലെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 ഇഡ്ഡലി വരെ പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ലൈക്കും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.